ഇന്ന് നാലാം ദിവസമാണ് പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുന്ന CPM പാർട്ടി കോൺഗ്രസിൽ ഇന്ന് സംഘടനാ റിപ്പോർട്ടിന്മേൽ ചർച്ച നടക്കും. ഇന്നലെ PB അംഗം PV രാഘവലു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചിരുന്നു. കടൽ മണൽ ഖനനം ചെയ്യാനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം ഇന്നലെ തോമസ് ഐസക് അവതരിപ്പിച്ചിരുന്നു. അത് ഇന്ന് പാസാക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി നടി രോഹിണി അവതരിപ്പിക്കുന്ന കശ്മീർ ഫയൽ നാടകം ഇന്ന് സീതാറാം യെച്ചൂരി നഗറിൽ നടക്കും. സമ്മേളന നഗരിയിൽ നിന്ന് സന്തോഷ് കൂടി ചേരുന്നുണ്ട്. സന്തോഷ്, ഇന്ന് വിവിധ റിപ്പോർട്ടിന്മേലുള്ള സംഘടനാ റിപ്പോർട്ട് അടക്കമുള്ള ചർച്ചകൾ പുരോഗമിക്കും. വിവിധ പ്രമേയങ്ങൾ ഇന്നും പാസ്സാക്കാനിരിക്കുന്നു. അത്തരത്തിൽ ഇന്നത്തെ പാർട്ടി കോൺഗ്രസിന്റെ സംഘടനാ നടപടികളൊക്കെ വിനിഷ, PB അംഗം BV രാഘവലു അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ സംഘടനാ റിപ്പോർട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ ഈ പാർട്ടിയുടെ സംഘടനാപരമായിട്ടുള്ള ശക്തി ദൗർബല്യങ്ങൾ ഇഴകീറി പരിശോധിക്കുന്ന റിപ്പോർട്ടാണ്. ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ സംഘടനാപരമായി പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന റിപ്പോർട്ടാണ്. അതോടൊപ്പം തന്നെ ഏതൊക്കെ മേഖലയിൽ ഈ ശക്തി വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്, നിലവിൽ പാർട്ടി ഘടകങ്ങളുടെയും അതോടൊപ്പം തന്നെ പാർട്ടി അംഗങ്ങളുടെയും ഏതൊക്കെ രീതിയിലുള്ള മികവാണ്, അവരുടെ ശക്തിയും ദൗർബല്യവും എന്താണ്, ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം സംഘടനാപരമായി സമഗ്രമായി വിശകലനം ചെയ്യുന്നതാണ് BV രാഘവലു അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ട്. അതിന്മേലുള്ള ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സംഘടനാ റിപ്പോർട്ടിലെ ചർച്ചകൾക്ക് ശേഷം അതിനുള്ള മറുപടി നൽകും. അതിനുശേഷം ഇന്നത്തെ ഒരു പാർട്ടിയുടെ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയം കൂടി അവതരിപ്പിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ പാർട്ടി കോൺഗ്രസിൻ്റെ അജണ്ടകൾ എന്ന് പറയുന്നത്. ഇന്നലെ പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്ത് കരട് രാഷ്ട്രീയ പ്രമേയത്തിന് അംഗീകാരം നൽകിയിരുന്നു. പാർട്ടിയുടെ ഇനി അങ്ങോട്ടുള്ള അടുത്ത 3 വർഷത്തെ കൃത്യമായിട്ടുള്ള പാർട്ടി ലൈൻ, പാർട്ടി നയം എന്താണെന്നുള്ളതും അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ നിലപാട് എന്താണ് എന്നുള്ള കാര്യവും കൃത്യമായും തന്നെ നിർവചിക്കുന്ന കരട് രാഷ്ട്രീയ പ്രമേയത്തിനാണ് ഇന്നലെ പാർട്ടി കോൺഗ്രസ് അംഗീകാരം നൽകിയത്. അതിലെടുത്തു പറയുന്ന കാര്യം പാർട്ടിയുടെ സ്വതന്ത്ര ശക്തി വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇടത് മതേതര വിശാലമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, ഒരു ഐക്യം എന്നതിനപ്പുറത്തേക്ക് ഒരു വിശാലമായിട്ടുള്ള ഈ ഇടതുപക്ഷത്തെയും അതോടൊപ്പം തന്നെ ജനാധിപത്യ മതേതര ശക്തികളെയും ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം എന്നുള്ളതിന് തന്നെയാണ് പ്രധാനമായും അത് ഊന്നൽ നൽകുന്നത്. അതോടൊപ്പം തന്നെ പാർലമെൻറ്റിൽ ഉൾപ്പെടെ ഇന്ത്യ മുന്നണിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകും എന്നുള്ള തരത്തിൽ തന്നെയുള്ള നിർദ്ദേശങ്ങളാണ് ഈ രാഷ്ട്രീയ പ്രമേയത്തിലുള്ളത്. രാഷ്ട്രീയ പ്രമേയം പ്രധാനമായും ഈ പറയുന്ന പാർട്ടിയുടെ മുന്നോട്ടുള്ള നയവും നിലപാടുകളും വ്യക്തമാക്കുന്നതും അതോടൊപ്പം തന്നെ ഇനി ഭാവിയിൽ ഏറ്റെടുക്കേണ്ട കടമകൾ എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി അതിൽ പറയുന്നുണ്ട്. കടമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമരങ്ങൾ കൂടുതലായി ദുർബല ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. സമരങ്ങളിലൂടെ മാത്രമേ സംഘടനയ്ക്ക് ശക്തിപ്പെടാൻ കഴിയൂ എന്ന് അടിവരയിടുന്നുണ്ട് ഈ റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ആദിവാസികൾ, ദളിത് വിഭാഗങ്ങൾ, ന്യൂനപക്ഷം, അതോടൊപ്പം തന്നെ തൊഴിലാളികൾ, കർഷകർ, ഇത്തരത്തിൽ ദുർബല വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രക്ഷോഭത്തിന് അണിനിരക്കുന്ന ആളുകളെ രാഷ്ട്രീയവൽക്കരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറയുന്നുണ്ട്. വർഗ ബഹുജന സംഘടനകളെ കൂടുതൽ രാഷ്ട്രീയവൽക്കരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതോടൊപ്പം തന്നെ അവരെ സ്വതന്ത്രമായ ശക്തി വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയും പറയുന്നുണ്ട്. അത്തരത്തിൽ വളരെ ദീർഘമായിട്ടുള്ള പ്രക്രിയയ്ക്ക് ശേഷമാണ് ഈ രാഷ്ട്രീയ പ്രമേയം പാർട്ടി കോൺഗ്രസ് അംഗീകരിക്കുന്നത്. നേരത്തെ തന്നെ പാർട്ടി കോൺഗ്രസിൻ്റെ വളരെ മുന്നേ തന്നെ ഈ രാഷ്ട്രീയ പ്രമേയം തയ്യാറാക്കുകയും അത് പിന്നീട് പ്രസിദ്ധീകരിച്ച് പൊതുജനങ്ങൾക്കുൾപ്പെടെ അതിൽ ഭേദഗതികൾ നിർദ്ദേശിക്കാനുള്ള ഒരു അവസരം കൂടി നൽകിയിരുന്നു. അതിനുശേഷമാണ് വീണ്ടും കേന്ദ്ര കമ്മിറ്റി കരട് രാഷ്ട്രീയ പ്രമേയം കേന്ദ്ര കമ്മിറ്റി അംഗീകരിക്കുന്നത്. ആ പ്രമേയമാണ് പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച് അവിടെയും പല ഭേദഗതികളും ഈ ചർച്ചയുടെ ഭാഗമായി ഉയർന്നു വന്നിട്ടുണ്ട്. അതെല്ലാം കൂടി പരിശോധിച്ചുകൊണ്ട് വളരെ സമഗ്രമായി കരട് രാഷ്ട്രീയ പ്രമേയത്തിന് തന്നെയാണ് അംഗീകാരം നൽകിയിട്ടുള്ളത്. പാർട്ടി കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഇതിലുള്ളത്. അതേസമയം തന്നെ നാളെ ഈ പാർട്ടി കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് പുതിയ കേന്ദ്ര കമ്മിറ്റിയെയും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയെയും തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അജണ്ടകളിലേക്കാണ് നാളെ പാർട്ടി കോൺഗ്രസ് കടക്കുന്നത്. അതിനുശേഷമായിരിക്കും ഉച്ചയ്ക്ക് ശേഷം മധുരൈ നഗരത്തിൽ ചുവപ്പ് വളണ്ടിയർമാരും അതോടൊപ്പം തന്നെ 10,000 അണിനിരക്കുന്ന പൊതുയോഗവും നടക്കുന്നത്. വിനിഷ, സന്തോഷ, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്ലീനമായാലും പാർട്ടി കോൺഗ്രസ് ആയാലും നവീകരണ പ്രക്രിയയാണ്. ഇനി ഏത് മേഖലയിലേക്കാണ്, ഏത് തരത്തിലേക്കാണ് പാർട്ടി പ്രവർത്തനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഘട്ടം കൂടിയാണ് പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്നതും പ്ലീനങ്ങളായാലും. അതിൻ്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ടതാണ് കൾച്ചറൽ ഇവൻറ്റുകൾ. ഈ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കൾച്ചറൽ ഇവൻറ്റുകൾ. ഇന്ന് വൈകിട്ട് അവിടെ കശ്മീർ ഫയൽ എന്ന നാടകം കളിക്കാനിരിക്കുന്നു.
തീർച്ചയായും ഈ പാർട്ടി കോൺഗ്രസിന് അനുബന്ധമായിക്കൊണ്ട് തമുക്കം മൈതാനത്ത് വിവിധങ്ങളായിട്ടുള്ള കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറുന്നുണ്ട്. വളരെ വലിയ ജനപങ്കാളിത്തം ആ പരിപാടികൾക്കുണ്ട് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. വളരെ പുരോഗമന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വിധമുള്ള നാടകങ്ങളും അതോടൊപ്പം തന്നെ തമിഴ്നാടിൻ്റെ ചരിത്രവും പൈതൃകവും എല്ലാം വിളിച്ചോതുന്ന തരത്തിലുള്ള കലാരൂപങ്ങളും ഒപ്പം തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള എല്ലാ വിഭാഗങ്ങളെയും ജനങ്ങളെയും ആകർഷിക്കുന്ന വിധത്തിലുള്ള കലാപരിപാടികളും അതോടൊപ്പം തന്നെ അനുബന്ധ പരിപാടികളുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒരുപക്ഷെ കേരളത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഈ കലാ സാംസ്കാരിക പരിപാടികളിലുള്ള ഇവിടെയുള്ള പങ്കാളിത്തം എടുത്തു പറയേണ്ടതാണ്. ഇന്നലെ വൈകുന്നേരം നടന്നിട്ടുള്ള വെട്രിമാരൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിട്ടുള്ള പരിപാടികളിലും വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഇന്ന് വൈകുന്നേരം നടക്കാൻ പോകുന്ന നാടകം അതിലും വലിയ പ്രചരണം ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഈ പാർട്ടി കോൺഗ്രസ് ഒരു ഭാഗത്ത് വളരെ ഗൗരവപരമായിട്ടുള്ള ചർച്ചകളും പ്രമേയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനോട് ചേർത്ത് വായിക്കാൻ കഴിയും വിധമുള്ള കലാം സാംസ്കാരിക പരിപാടികൾ തന്നെയാണ് ഒരു ഭാഗത്ത് പുരോഗമിക്കുകയും ചെയ്യുന്നത്. ഏതായാലും തമിഴ്നാട്ടിലെ ഈ മധുരയിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ തന്നെ ഈ പാർട്ടി കോൺഗ്രസ് വലിയ ചർച്ചയായിട്ടുണ്ട് എന്നുള്ളത് തമിഴ് മാധ്യമങ്ങളിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. MK സ്റ്റാലിൻ മുഖ്യമന്ത്രി മധുരയിൽ ഈ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് തൂങ്ക നഗരം എന്നറിയപ്പെട്ടിരുന്ന ചെന്നൈ ചുവന്ന നഗരമായിരിക്കുന്നു എന്ന് പറഞ്ഞതുൾപ്പെടെയുള്ള പ്രസ്താവനകൾക്ക് വലിയ പ്രാധാന്യമാണ് തമിഴ് മാധ്യമങ്ങൾ ഉൾപ്പെടെ നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ ഇടതുപക്ഷം തമിഴ്നാട്ടിൽ കൂടി കൂടുതൽ ശക്തിപ്പെടുന്നു. CPIM തമിഴ്നാട്ടിൽ അതിൻ്റെ ശക്തി വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയും വിധമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റമായി തന്നെ ഈ പാർട്ടി കോൺഗ്രസ് മാറിയിട്ടുണ്ട് എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടതാണ്. വിനിഷ. യെസ്, എം സന്തോഷാണ് പാർട്ടി കോൺഗ്രസ് സമ്മേളന നഗരിയിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.